ഇന്നലെ കാളരാത്രി ആയിരുന്നടാ. നാട്ടുകാർ ഈ പോസ്റ്റർ ഇവിടെ എങ്ങാനും വെച്ച് കണ്ട കഴിഞ്ഞേനെ. പറഞ്ഞവന് തലക്കറണ്ട്. ഇല്ല നേരെ നോക്കി കെട്ടി വല്ല കുട്ടനാട്ടിലോട്ടും വിട്ടാലോ ആശാനെ? സമയം മോശാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായി നിരിക്കും. പടവാ, പാമ്പങ്ങാനും ആയ സുൽമാണി പോയത് തന്നെ. മമ്മതേ, കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. നിന്റെ ഗുൺഗുൺ ഞാൻ ഇന്ന് നീ ലൈൻ വലിക്കുമല്ലേ? സുഖമല്ലേ? ചത്തേനെ. നിന്റെ അതിലോട്ട് വരുന്ന സപ്ലൈ 110 ആണോ 210 വാൾട്ടാണോ ഒന്ന് ചെക്ക് ചെയ്തതാ. പോക്കറ്റിൽ കൈപ്പത്തിയല്ലടാ, ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്? നല്ല കുഴി ബോംബു ആണോ? ഇത്തിരി തേന മുറിവില് പരട്ടിയ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരുമോ? കുഴി ഉണ്ടാക്കിയതിൽ മുള്ളുകമ്പിയിട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കയും വെറ്റിലേക്ക് കൊടുത്തതിന്റെ നന്ദി ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ? ആണോന്നോ? മുത്തശ്ശി പറയുന്നോന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ, ഒരു മുറുക്കാൻ ഇങ്ങോട്ട് താന്റെ ജാനുമ്മേന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണേ. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യമാ ഞാൻ പറയുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ട് മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലയും അടക്കേ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്ത, ഒരു കൊല്ലന്റെ ആലയ്ക്കകത്ത് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക് എങ്ങനെ ഉണ്ടാടാ എന്റെ അപ്പ. അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്കെന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പ് വരച്ചു തന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസുവിന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരി വീട്ടിക്ക് പോളിഷ് അടിച്ചോണ്ടിരിക്കുന്നു. യവനെന്താ ഒറ്റക്കിരിച്ചിരിക്കുന്നേ? ആനയുടെ അണ്ടർ കട്ട് കണ്ട് മേടിച്ച് അച്ഛന്റെ ഫാൻ ബെൽറ്റ് ലൂസായിന്നാ തോന്നണേ. തല കുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കാലത്തിൽ ഇട്ട് കളഞ്ഞല്ലോടാ. ടൈറ്റാനിക് കടലിൽ ഇറക്കിയല്ലേ, ഐസ് കട്ടേനെ ഇടിപ്പിക്കല്ലേ. വാലുവിന്റെ ടിക്കറ്റിന് വാസുവേട്ടന് ടിക്കറ്റോ? വന്നാട്ടെ. വേണ്ട, ഈ കാവുണ്ടിക്കലിലെ പെരുങ്കൊല്ലനല്ലേ രാജ്, നമ്മുടെ വാസുവേട്ടൻ. വാസുവേട്ടനോ? ഉൽപ്പായ ഒരിക്കാൻ ഞാൻ ആരാ? അത്ര വലിയ VCP അല്ല വാസുവണ്ണ, VIP. ആ പി ഉണ്ടല്ലോ, വി ഉണ്ട്. കറക്റ്റ്.
ആ അപ്പൊ പടം തുടങ്ങിയോ? തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയല്ലോ. അപ്പൊ തുടക്കം പോയി. ഒടുക്കണ്ടല്ലോ. ഞാൻ പണ്ട് വാളയാർ മുരുകാൻ ടാക്കീസില് റിക്ഷാക്കാരൻ കണ്ട ഓർമ്മയുള്ളൂ. എന്റെ താത്തയ്ക്ക് പിടിച്ച പിടി നിർബന്ധം. നിങ്ങളുടെ വാലിബനൊന്ന് കാണേണ്ടത് തന്നെയാന്ന്. അപ്പൊ വാസുണ്ണന്റെ തത്തക്കിളി സംസാരിക്കൂ? തത്ത കിളിയല്ലടാ മണകുണാഞ്ച, എന്റെ പെങ്ങളാ. ആളെ കറക്ക. അതിന്റെ കാര്യം തീരുമാനമായി. അയ്യോ, இந்த பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. എന്തത്? சரிங்க சார், சரிங்க. தங்கமகனிந்து சிங்க நடை போட்டு அருகில் அருகில் வந்தான். അയ്യോ, ഇതെന്നാ വാലിബനാടാ പോയി. കുറച്ച് മോട്ടോ കയറി ഇപ്പൊ ഞാൻ കുതിരപ്പുറത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സിനിമയില ഇങ്ങനെ വാസുവേട്ടാ. ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട, കുറെ ഓട്ടവും ചാട്ടവും, ഒരു 100 തുണിമാറ്റവും, വായി കൊള്ളാത്ത 8 മുഴം നീളത്തിൽ കുറെ ഡയലോഗുകളും പടം മതി. കണ്ടിറങ്ങുമ്പോ കുറെ പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. സിനിമ ഇവളാ പൊടിമില്ല് പേപ്പട്ടിക്കാരന്റെ മോളല്ലേ? ആണോ? ഇവൾക്ക് ഉണ്ണിയപ്പം കച്ചവടം. അല്ല, ഇതങ്ങനല്ല. അവിടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്, എന്റെ ആദ്യത്തെ കൊലയാ. ഞാലിപ്പൂവനാണല്ലോ. അല്ല, പാളയം കോടനാ. വെച്ചക്ക് ഞാലിപ്പൂവൻ എന്റെ കണ്ണിന് കാണരുത്. ജോസേ, സമയമായി. ട്രാൻസ്ഫോമറിന്റെ കോയിൽ വീക്കാ, മാറ്റണമെന്ന് തോന്നണം സാറേ. കോയിൽ മാറ്റണ്ട. കോയിൽ മാറ്റിയാൽ ഫീസ് പോകില്ല. ഫീസ് പോയാലല്ലേ ഫീസ് കെട്ടാൻ പറ്റൂ. ഫീസ് കെട്ടിയാലല്ലേ നമുക്ക് 4 ചക്രം കിട്ടൂ. കള്ള ലൈൻ വലിച്ചിരിക്കുന്ന പോയെന്ന് കണ്ടാലോ? പൂവിന് കോപം എന്നെ പെട്ടെന്ന് വിടണം. വൈകിട്ട് എടാ മുരിത്തമ്മി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. മറ്റവള് തിരിച്ചു വന്നാടാ. നിന്റെ ഭാര്യ ഇതുവരെ വന്നില്ലേ? അതെന്നാ പോക്കാടാ. അടിച്ചോണ്ട് പോയതിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് അടിക്കുന്നത് പോലെ അല്ലയോ? അന്നമ്മ വരും പോകും, പോകും വരും, വരും പോകും. ഇനി അവളുടെ പോക്ക് പറയാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ് ഒത്തിരി സ്റ്റേജുകളിൽ ഈ ചാണകം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളതല്ലേ. കൈകെട്ടും പോയില്ല നാട്ടം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ എഞ്ചിനീയർ സുരേന്ദ്രൻ പടുവാത്തു. SSLC പ്രീ ഡിഗ്രി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ITC ഡിപ്ലോമ ആൻഡ് ആക്ടിംഗ്. ഈ വയറങ്ങോട്ടേക്ക് പോകുന്നു, മനസ്സിലായില്ല? വിജനമായ റോഡിലൂടെ വിജനമായ റോഡെന്ന് പറഞ്ഞാൽ അതിനൊരു അന്ത്യമില്ലേ? ഇതിന്റെ അന്ത്യം വാലിവന്റെ മൂത്രപ്പുരയില. അതെ, മൂത്രപ്പരയിലെ എരുമക്കൂട്ടിലോ കൊടുക്കണം ഞങ്ങളുടെ സൗകര്യം. മീറ്റർ കാണിക്കുന്ന കാശ് തന്നാ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത സപ്ലൈ അനധികൃതമായിട്ടോ സൗജന്യമായിട്ടോ ക്യാഷിനോ മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ബോർഡിന്റെ നിയമം. അതെ, കടയിൽ നേത്തക്കൊല മേടിച്ച് വിറ്റവൻ വാങ്ങിയവനോട് ദിവസം 1 വെച്ച് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? അത് നിങ്ങളുടെ നയം, ബോർഡിന്റെ നയമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ കൊടുത്തു എന്ന് വെച്ച് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വകുപ്പില്ല, പെങ്ങടെ സപ്ലൈ ഊരാൻ വകുപ്പുണ്ട്. അതിന് സപ്ലൈ അവിടെ പേരിലല്ല, ഈ പേപ്പട്ടി നായരുടെ പേരില്ല. എന്താ പ്രസിഡന്റ് ചിരിച്ചേ? സത്യം അതല്ലേ? ആ സത്യം കേട്ടാ ചിരിച്ച്. ഇപ്പോഴെങ്കിലും പേപ്പട്ടി നായരാണ് സമ്മതിച്ചല്ലോ, അല്ലെങ്കിൽ ഓളെ മുക്കാശിന് കറണ്ട് വിൽക്കോ? ജോസേ, നിന്നെ വെള്ളിടി വെട്ടിയോ? കരിക്കട്ട പോലെ ആയല്ലോടാ. പേപ്പട്ടി ചേട്ടായേ, ജോസിന്റെ മേത്ത് ഇയാടെ മീറ്റർ ഇടരുത് കേട്ടോ. നിങ്ങളുടെ മീറ്റർ എവിടെയാണ് ഇരിക്കുന്നത് പേപ്പട്ടി? മീറ്ററിന്റെ പ്രസിഡന്റിനല്ലേ എഞ്ചിനീയർ? ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയാണ്. വേറെ അതെ, സാറിന് സപ്ലൈ വലിച്ചു വരാൻ 1 നിമിഷം മതി. അവിടെ ജീവിക്കാൻ വന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വയറ്റത്തടിക്കല്ലേ. ഏറിയാൽ ഒരു 10 ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ. കാര്യം ശരിയാണ്, പക്ഷേ
നിയമം അനുശാസിക്കുന്നതല്ലേ ഈ സുരേന്ദ്രൻ വടുവാത്തൂറിന് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഒന്നുകൂടെ കറക്കി. അയ്യോ, അപ്പൊ സാർ കുളമാവ് തിയേറ്റേഴ്സിന്റെ ഹീറോയാ രക്ഷാപ്പാട്ട് രംഗത്തുരേ. അയ്യോ, സാറിനെ കണ്ടപ്പം മുതൽ എന്റെ ചിന്ത കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു. ആ മുടിക്ക് കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആളെ പിടുത്തം കിട്ടിയത്. അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലെ ആ രാജാപ്പാട്ട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. നല്ല പെരുമ്പാവൂർ ചക്കയാ. ഇവിടുത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടുംകാട്ടം മൊത്തം ഇതിന്റെ മൂട്ടിലായിരുന്നു. നല്ല മധുര. ആട്ടുകാട്ടത്തിനോ? അല്ല, ചക്കയ്ക്ക്. കാണാം. ശരി. സാർ, പുറത്തല്ലേ മീറ്റർ? അത് ശരിയാവില്ല. അതെന്താ ശരിയാകാത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഊരിച്ചെന്ന് പൊതുജനം പറയും. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഓ, ഈ ചക്കട കാര്യം എനിക്ക് പോയില്ല. ചക്കയുടെ കാര്യം എന്താ? 10:30 മണിക്ക് കമ്മിറ്റി മീറ്റിംഗ്. ഈ മലയെണ്ണാൻ ഒരു ഊണ് മേടിച്ചു കൊടുത്ത വെറുതെ ആയി പോയല്ലോ. പുഷ്പേച്ചി ഭയങ്കര ഫോമിലായിരുന്നല്ലോ ആ ഏത്തക്കൊലയുടെ ന്യായം പറഞ്ഞത്. അടിപൊളി. ചൂളി ഇറങ്ങിപ്പോയണ്ടില്ലേ? അല്ല പിന്നെ എടുത്താത്തെ അവർക്ക് ഇത്തിരി കറണ്ട് കൊടുത്തെന്ന് വെച്ചാ പ്രസിഡന്റിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? ഉടനെ പീസൂരാൻ ഒരു എഞ്ചിനീയർ രാജാപ്പാട്ട് രംഗത്തുര ഇറങ്ങിയിരിക്കുന്നു. കരിമ്പൂരത്തിന്റെ സ്റ്റൈല് കണ്ടേച്ചാലും മതി. പിന്നെ സ്റ്റൈല് കാണണേല് ആ പങ്കജത്തിലെ രാജിന്റെ സ്റ്റൈല് കാണണം. അതൊന്ന് കാണേണ്ടത് തന്നെ എടുത്താത്തെ. എനിക്ക് വലിയ ഇഷ്ടം അയാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നാടാ? തത്തേച്ചിയെ, ചേച്ചിയുടെ വലിയ പിസ്റ്റനാ വാലിബൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്നാ പറഞ്ഞിരിക്കണേ. അയ്യോ, നീ ആരോടും പറയില്ലേടി തത്ത. ഇതെന്താ തത്തെ? മലയാർഭൂതം ഉറങ്ങി എഴുന്നേറ്റ് പോലെ ഉണ്ടല്ലോ. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ. ഈർക്കിലെ ചാരിറ്റി ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും. പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസമാണോ? ഓ, എന്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി. മോന്നയുടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ പേപ്പിട്ട് നേരം മോളുടെ പുറകെ നടക്കാൻ? ഇതാണോ കാര്യം? ആ, അത് തന്നെയാ. എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ, എന്റെ തത്തെ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതോ? അതങ്ങനെ ആർത്തത്തിൽ പറഞ്ഞല്ല. കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്ക് വ്യത്യാസം കാണിച്ചു. 100 150 ആക്കിയ പേപ്പട്ടി നായര് നമ്മുടെ വാലിബൻ ഹിറ്റാണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം അവളെ 250 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3 ഫേസ് ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാശ് കൊടുക്കാൻ പാടൂ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോൺ തെറ്റിയത് തന്നെ. എന്റെ തത്തേ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന്? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂറമ്മയെ പോലെ